വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 23 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഹേറോദേസിന്റെ മുൻപിൽ. ഇത് കേട്ട് പീലാത്തോസ്, ഈ മനുഷ്യൻ ഗലീലിക്കാരനാണോ എന്ന് ചോദിച്ചു. അവൻ ഹേറോദേസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹേറോദേസ് ജെറൂസലേമിൽ ഉണ്ടായിരുന്നു. ഹേറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ പലതും അവനോട് ചോദിച്ചു. പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവന്റെ മേൽ ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ അവനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. അന്നു മുതൽ ഹെറോദേസും ഫിലിപ്പോസും പരസ്പരം സ്നേഹിതന്മാരായി. മുൻപ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. ഹെറോദേസിന്റെ മുൻപിലുള്ള കുറ്റവിചാരണ. ഗലീലയിൽ നിന്നുള്ള വ്യക്തിയാണ് യേശു എന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് യേശുവിനെ ഹെറോദേസ് രാജാവിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. കാരണം അക്കാലത്ത് ഗാലീലി പ്രദേശത്തിന്റെ ഭരണ ചുമതല ഹെറോദേസ് രാജാവിനായിരുന്നു. ഹെറോദേസ് രാജാവാകട്ടെ യേശുവിനെ ഒരു പ്രതിയോഗി എന്ന രീതിയിലാണ് ആരംഭം മുതൽ നോക്കിക്കാണാനിട വന്നിട്ടുള്ളത്. യേശുവിനും നന്നായിട്ട് ഹെറോദേസിനെ പറ്റി അറിയാം. ഒരിക്കൽ പരസ്യമായിട്ട് ആ കുറുക്കനോട് ചെന്ന് പറയേ എന്നുള്ള പരാമർശം നടത്താനിട വന്നത് ഇദ്ദേഹത്തെ പറ്റിയായിരിക്കണം. അതുകൊണ്ട് ഹെറോദേസിന്റെ വ്യക്തിത്വം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന യേശു ഇപ്പോൾ ഒരു കുറ്റവാളി എന്ന രീതിയിൽ രാജാവിന്റെ മുമ്പിൽ ആനയിക്കപ്പെട്ടിരിക്കുകയാണ്. പല തരത്തിലും പ്രകോപനപരമായ പലതും പല രീതിയിലും ഹെറോദേസ് യേശുവിനോടായിട്ട് ചോദ്യങ്ങളായിട്ട് ഉന്നയിച്ചു കാണും. ഹെറോദേസിനെ യേശു ഒരു മായാജാല കാണിച്ച് ഏതെങ്കിലും വിധത്തിൽ അത്ഭുതകരമായിട്ട് എന്തെങ്കിലും കാണിക്കുമോ എന്ന് അത് കണ്ടാൽ കൊള്ളാമെന്നുള്ള ഒരു ലാഘവബുദ്ധിയോടുകൂടിയുള്ള പരിഹാസത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയാണ് ഹെറോദേസ് യേശുവിനോട് പുലർത്തിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ യേശു ഒരു അക്ഷരം പോലും ഉത്തരമായിട്ട് ഹെറോദേസിനോട് യേശു നൽകുന്നില്ല. തികഞ്ഞ മൗനമാണ് യേശു ചോദ്യങ്ങൾക്കൊക്കെ അവലംബിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ജനപ്രതിനിധികളും പുരോഹിത ശ്രേഷ്ഠരുമൊക്കെ യേശുവിനെ കുറ്റം വിധിക്കുന്നതിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളുടെ ശക്തി കൂട്ടിക്കൊണ്ടിരുന്നു. ഹെറോദേസ് വൃത്തികേട് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രാജകീയമായിട്ടുള്ള ഒരു വസ്ത്രം എന്ന് പറയാവുന്ന രീതിയിലെ ഒരു അകട്ടാർന്ന വസ്ത്രം യേശുവിനെ ധരിപ്പിച്ചുകൊണ്ട് രാജകീയമായ രീതിയിൽ തന്നെ പരിഹാസഭാവത്തോടുകൂടെ പലതരത്തിലും നിന്ദനങ്ങളും മർദ്ദനങ്ങളും അവഹേളനങ്ങളും മറ്റുള്ളവരോട് കൂടെ ചേർന്നുകൊണ്ട് യേശുവിന്റെ നേരെ നടത്തിയതിനു ശേഷം വീണ്ടും തിരിച്ച് പീലാത്തോസിന്റെ അടുക്കിലേക്ക് പറഞ്ഞുവിടുകയാണ്. സുവിശേഷകനായ ലൂക്ക നമ്മോട് പ്രത്യേകം പറഞ്ഞു തരുന്നു, അതുവരെ പീലാത്തോസും ഹെറോദേസും തമ്മിൽ ശത്രുക്കളായിരുന്നു. എന്നാൽ ഈ ഒരു അവസരം പ്രമാണിച്ച് അവർ രണ്ടുപേരും മിത്രങ്ങളായി തീർന്നു. ഹെറോദേസ് യേശുവിനെ വീണ്ടും പീലാത്തോസിന്റെ അടുക്കിലേക്ക് പറഞ്ഞുവിട്ടപ്പോൾ പീലാത്തോസിനെ അത് വലിയൊരു അംഗീകാരമായിട്ടായിരിക്കാം തോന്നിക്കാണ്. ഹെറോദേസ് തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കാം പീലാത്തോസ് ആ കൃത്യത്തെ നോക്കിക്കാണേണ്ട വന്നത്. എന്തായാലും ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ഇങ്ങനെ വിചാരണകളും തേടിക്കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും മറ്റൊരു സ്ഥലത്ത് നിന്ന് മൂന്നാമതൊരു സ്ഥലത്തേക്കും വീണ്ടും ഇങ്ങനെ ആനയിക്കപ്പെടുന്ന വിചിത്രമായിട്ടുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ്